ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അസ്ഹാബൽ ജന്നത്തി യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ. ഇന്ന തീർച്ചയായും അസ്ഹാബൽ ജന്നത്തി സ്വർഗത്തിന്റെ ആളുകൾ, സ്വർഗക്കാർ, അൽ യൗമ അന്നേ ദിവസം, ഫീ ശുഗ്ലിൻ അവർ ശുഗ്ലിലായിരിക്കും, ഫാകിഹൂന അവർ ഫാകിഹീങ്ങളുമായിരിക്കും, ശുഗ്ലിലായിരിക്കും. അപ്പൊ ഇന്ന അസ്ഹാബൽ ജന്ന സ്വർഗക്കാർ, അൽ യൗമ അന്നേ ദിവസം, ഫീ ശുഗ്ലിൻ ബിസുക്കൂനിൽ ഗൈനി ശുഗ്ൽ എന്നുണ്ട്, വലമ്യ ശുഗ് ഗൈനിന് ലമ്മ കൊണ്ടിട്ടുണ്ട്. എന്തിനെ തൊട്ട് ശുഗ്ൽ? അമ്മാഫി അഹ്ലുന്നാർ, നരകക്കാര് ഉള്ള ഒന്നിനെയും വിട്ടുള്ള ജോലിയിലാണ് അവർ. അതായത് മിമ്മ ഒന്നെന്തിനാൽ, അമ്മ ഒന്നിനെ തൊട്ട്, ഫീഹി അഹ്ലുന്നാർ മിമ്മ യതലദ്ദൂന ബിഹി അവർ സുഖമനുഭവിക്കുന്നതിനാൽ. അപ്പൊ കഫ്തിറാദിൽ അബ്കാർ അതായത് സുഖത്തിലായിരിക്കുന്നു. ലാ ശുഗ്ലൻ അദല യതഅബൂന ബിഹി പ്രയാസമുള്ള ജോലിയിലല്ല. കാരണം അന്ന ജന്നത ലാ നസബ ഫീഹാ സ്വർഗത്തിൽ എന്തില്ല? പ്രയാസമില്ലാന്ന്, നസബില്ലാന്ന്. ഫാകിഹൂൻ ഐ നായിമൂൻ അവരെന്താണ്? അനുഗ്രഹത്തിലായിരിക്കും. അപ്പൊ ഫാകിഹീങ്ങളുമായിരിക്കും, അവർ സുഖിക്കുന്നവരായിരിക്കും. നായിമൂൻ എന്ന് പറഞ്ഞല്ലേ, അത് ഖബറും ഖാനിലി ഇന്നക്കുള്ള ഇന്നാസ്വാബ ഇന്നക്കുള്ള രണ്ടാമത്തെ ഖബറാണ്. അവല്ലവൽ ഫീ ശുഗ്ലിൻ ഒന്നാമത്തെ ശുഗ്ൽ. അപ്പൊ ഇന്ന അസ്ഹാബൽ ജന്ന, ഇന്ന അസ്ഹാബൽ ജന്നത്തി യൗമ അന്നേ ദിവസം സ്വർഗക്കാരാകുന്നത് ഫീ ശുഗ്ലിൻ ജോലിയിലായിരിക്കും, വാക്കിഹൂന അവർ സുഖത്തിലുമായിരിക്കും. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഹും അവരും, വഅസ്വാജുഹും സ്വർഗക്കാരുടെ ഭാര്യമാരും, സ്വർഗക്കാരും അവരുടെ ഭാര്യമാരും, ഫീ ളിലാലിൻ അവർ തണലിലായിരിക്കും. അത് ഖബറാണ്. ഐ ലാ തുസീബുഹും ശംസൂൻ അവർക്ക് സൂര്യൻ എത്തൂല, അവർ തണലിലായിരിക്കും. അതുപോലെ തന്നെ അലൽ അറായികി മുത്തഖിഊൻ ജമ്മു അരി അറായിക്കുന്ന അരീക്കെന്ന് വെച്ചെന്താ? അരീക്കത്തിന്റെ ജമ്മാണല്ലോ അറായിക്ക്. വഹുവ സരീറു ഫിൽ ഹജ്റത്തിന മണിയറയിലുള്ള കട്ടിലാണ്. അവിൽ ഫുറൂഷ് ഫി അല്ലെങ്കിൽ മണിയറയിലുള്ള വിരിപ്പിനെ പറ്റി പറയും. അപ്പൊ മുത്തഖിഊന അവർ എന്താണ്? മുത്തഖീങ്ങൾ ചാരിയിരിക്കുന്നവരായിരിക്കും. അലൽ അറായിക്ക് എന്താണ്? മണിയറയിലുള്ള വിരിപ്പിന്റെ മേൽ അല്ലെങ്കിൽ കട്ടിലിന്റെ മേൽ ചാരിയിരിക്കുന്നവരുമായിരിക്കും, തണലിലുമായിരിക്കും, ചാരിയിരിക്കുന്നവരുമായിരിക്കും. അപ്പൊ ഖബർസാനി അത് മുത്തലക്കൻ അലൽ അറായിക്കിന്, മുത്തഖീഊന അലൽ അറായിക്ക് എന്നാണ്. അപ്പൊ അവരും അവരുടെ ഭാര്യമാരും തണലിലുമായിരിക്കും, മണിയറയിലെ കട്ടിലിൽ ചാരിയിരിക്കുന്നവരുമായിരിക്കും എന്നാണ് ഉദ്ദേശം. ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ദഊൻ. ലഹും അവർക്കുണ്ട് ഫീഹാ സ്വർഗത്തിൽ ഫാകിഹത്തുൻ പഴങ്ങൾ, ഫലങ്ങളുണ്ടാകും, എല്ലാ ഇനത്തിൽപ്പെട്ട പഴങ്ങളുണ്ടാകും. വലഹും ഫീഹാ അവർക്കതിലുണ്ടാകും മാ യദ്ദഊന മാ യതമന്നൂൻ അവർ ആഗ്രഹിക്കുന്നതൊക്കെ ആ സ്വർഗത്തിൽ ലഭിക്കും. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. സലാമുൻ സലാമാകുന്നത്, ഖൗലൻ ഐ ബിൽ ഖൗൽ കൊണ്ടുള്ള സലാം, ഖബറുൻ മിർ റബ്ബിർ റഹീം റബ്ബ് റഹ്മാന റഹീമായ റബ്ബിൽ നിന്ന് അവരോടുള്ള കാരുണ്യം, സലാമാകും, സലാമും ഉണ്ടാകും. അതായത് യഖൂലു ലഹും അവരോടുള്ള പറയും, സലാമുൻ അലൈക്കും എന്ന് പറയുന്നു. യഖൂലു ലഹും സലാമുൻ അലൈക്കും, സലാമുൻ അലൈക്കും എന്ന് അവരോട് പറയും. അതാ അല്ലാഹു തആല സ്വർഗക്കാർക്ക് വെളിവായിട്ട് അവർക്ക് സലാം ചൊല്ലുന്ന.
അതാണ് പറഞ്ഞത്. അവരോട് അള്ളാഹു എന്ത് ചെയ്യും? സലാം പറയും, രക്ഷ എന്ന് സലാം പറയും. വൈനമാഹുൽ ജന്നത്തി ബിനഈമിൻ, അങ്ങനെ ഹദീസുണ്ട്. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ജന്ന. എന്താ